ഇത് പ്രൈതേട്ടൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ അല്ലേ? അതെ. അപ്പോൾ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ. നമ്മുടെ പടം ഇപ്പോൾ റിലീസ് ചെയ്തു, ഒരുപാട് ആളുകൾ കണ്ടു, ഒരുപാട് ദിവസം നന്നായിട്ട് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് റിലീസ് ചെയ്യുന്നതിൻ്റെ തലേന്ന് വരെയുള്ള മാനസികാവസ്ഥയും ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തൊട്ട് നമുക്ക് വന്നിട്ടുള്ള ഒരു മാനസികാവസ്ഥയും രണ്ടാണല്ലോ. അപ്പോൾ റിലീസ് ചെയ്യുന്നതിൻ്റെ തലേന്ന് ചെന്നൈയിൽ വന്നിട്ട് പടം കാണുമ്പോൾ എന്താണ് പ്രൈതേട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്നത്? ശരിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. ഒന്നും സിനിമയുടെ റിസൾട്ടിലുപരി സിനിമയുടെ ഔട്ട്പുട്ടിനെ പറ്റി ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ സൗണ്ടും നമ്മൾ പറഞ്ഞില്ലേ UFM ക്യൂബിൻ്റെ ഒക്കെ ഇത് നോക്കാൻ പറയുമ്പോൾ അതായിരുന്നു കൂടുതൽ പ്രശ്നം. അവിടെ വരുമ്പോൾ ചിലയിടത്ത് ലൈറ്റ് ഇത്തിരി കൂടി പറഞ്ഞു എങ്ങനെ ഉണ്ടാവും, പിക്ചർ എങ്ങനെ ഉണ്ടാവും, സൗണ്ട് എങ്ങനെ. ഒരിടത്ത് കാണുമ്പം ആ റിസൾട്ടല്ല വേറെ റിസൾട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഏതാണ് കറക്റ്റ് റിസൾട്ട് എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നിട്ട് ആളുകൾ എന്താ കാണാൻ പോകുന്നതെന്നുള്ള അതിൻ്റെ ഒരു ടെൻഷനായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നു. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് രാത്രി രഞ്ജേട്ടനായിട്ട് ഇങ്ങോട്ട് പുറപ്പെടാൻ നേരത്താണ് ഈ റിലീസ് ചെയ്താലുള്ള ടെൻഷൻ തുടങ്ങിയത്. എനിക്ക് ശരിക്കും ഭയങ്കര നെഞ്ചിടിപ്പുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ പ്രൈതേട്ടൻ പിറ്റേ ദിവസം പത്മേന്ന് പടം കണ്ടല്ലോ, മോർണിംഗ് ഷോ അല്ലേ കണ്ടത്? നമ്മൾ ഒരുമിച്ചാണ്. അതിനു മുമ്പ് പ്രൈതേട്ടൻ കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ ശരിക്കും വീട്ടിൽ പോയി. ഫസ്റ്റ് ഷോന് കയറിയിട്ടില്ല? ഞാൻ നേരെ വീട്ടിൽ പോയി. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഷോന് കയറിയെന്നാ. ഇല്ല, ഞാൻ രാവിലെ 5 മണിയായപ്പോൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയി അവിടെ പോയി പടം ഷോ തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫൊക്കെ കഴിഞ്ഞ് റിപ്പോർട്ട് വന്നിങ്ങനെ ഫസ്റ്റ് ഹാഫ് ഉഗ്രനായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പതുക്കെ ഓരോരുത്തരെ ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങി. എന്തായി അവിടെ, എന്തായി ഇവിടെ, എന്തായി. അതിന് മുമ്പ് ആരും വിളിക്കാണ്ടിരുന്നത്. ആരാ ഫസ്റ്റ് വിളിക്കുന്ന പ്രൈതേട്ടനെ പടം കണ്ടിട്ട്? നമ്മുടെ അസിസ്റ്റന്റ് സന്തോഷ് അതിനിടയ്ക്ക് സൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ 2 തിയേറ്ററും വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഫസ്റ്റ് ഹാഫ് തുടങ്ങി നമ്മുടെ കൈക്കോട്ട് സോങ് കേട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചിരുന്നു, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മാളിലും കയറി കഴിഞ്ഞ് കുറച്ച് കണ്ടിട്ട് പറഞ്ഞ ആൾക്കാർ നന്നായിട്ട് കയ്യടിയും ചിരിയൊക്കെ ആയിട്ട് നന്നായിട്ട് ഇതാകൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആശ്വാസം തോന്നി. അത് കഴിഞ്ഞ് കുറച്ച് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ആരോ ഇറങ്ങി, എനിക്കത്ര പരിചയമില്ല, എന്നെ പരിചയം. അപ്പോൾ വിളിച്ചോണ്ട് ഫസ്റ്റ് ഹാഫ് കണ്ടു, ഉഗ്രനായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അല്ലേ, എന്നോടും ഇതേ കാര്യം 1-2 പേര് പറഞ്ഞു. ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ സെക്കൻഡ് ഹാഫും ഹ്യൂമറിൽ കൊണ്ടുപോയിരുന്നു. പക്ഷെ അങ്ങനെ കൊണ്ടുവരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ കഥ പറയാനുള്ളൊരു സ്പേസ് നഷ്ടപ്പെട്ടു പോയിരുന്നു. പക്ഷെ എൻഡിങ്ങിലൊക്കെ ആളുകൾ ഹാപ്പിയാണ്. ഓവറോൾ പടം നല്ല ഇതായിട്ടാണ് പറയുന്നത്. പ്രൈതേട്ടൻ ഫസ്റ്റ് തിയേറ്ററിൽ നിന്ന് കണ്ടല്ലോ, പത്മയിൽ നമ്മൾ ഒരുമിച്ച് കണ്ടല്ലോ. അപ്പോൾ ഏത് പോയിന്റിലാണ് പ്രൈതേട്ടന് ഇത് സേഫ് ആണെന്ന് തോന്നിയത്? ഫസ്റ്റ് ഹാഫൊക്കെ ഇങ്ങനെ കണ്ട് ചിരിയും. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ റിപ്പോർട്ട് നന്നായിട്ടുണ്ടെന്നുള്ള അറിയാമെങ്കിലും ഫസ്റ്റ് ഹാഫ് കണ്ട് സെക്കൻഡ് ഹാഫ് നമ്മുടെ ട്രാവൽ സീക്വൻസ് ഒക്കെ ഇല്ലേ, അതിങ്ങനെ കവർ ചെയ്ത് അമ്പലമൊക്കെ എത്തിയപ്പോൾ ഒരു ധൈര്യം തോന്നി. നമ്മൾ അമ്പലത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് ഈ അഗ്രഹാരം എത്തുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പല സാധനം റിവീൽ ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കും ആൾക്കാർ റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു പേടി. ഇപ്പോൾ വിനീതിൻ്റെ ക്യാരക്ടർ തന്നെ CBCID ഓഫീസറാന്ന് പറയുമ്പോൾ എന്താണ് ഇവർ പ്രതികരിക്കണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയത്. കാരണം നമ്മൾ ആ ഒരു ഏരിയ നമ്മൾ മാത്രമല്ല കഥയുടെ മെയിൻ ഏരിയ പറയുകയും ചെയ്യാണല്ലോ. അപ്പോൾ ആൾക്കാർ ടോട്ടലി ഇത്ര നേരം കണ്ട സംഭവമല്ല ഇനി ഉള്ളതെന്ന്, അപ്പോൾ അതെങ്ങനെ സ്വീകരിക്കും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എനിക്കും ടെൻഷനുള്ള കുറച്ച് ഏരിയാസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ നമ്മൾ ടെൻഷൻ അടിച്ച സീനുകൾക്ക് തിയേറ്ററിൽ കയ്യടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഭയങ്കര ആശ്വാസമായി മാറിയത്. നമ്മൾ ഫസ്റ്റ് ഈ കഥ സംസാരിക്കുന്നത് എപ്പോഴായിരുന്നു പ്രൈതേട്ടാ? ഫസ്റ്റ് പ്രൈതേട്ടൻ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാൻ പ്ലാൻ ചെയ്യുന്നത് തിരയുടെ ട്രാവൽ സീക്വൻസ് ഇല്ല, വണ്ടി ആക്സിഡൻറ്റ്. അതിനു മുമ്പ് പ്രൈതേട്ടൻ എന്നോട് ഈ സബ്ജക്റ്റ് നമ്മൾ തട്ടത്തിൻ്റെ ഫംഗ്ഷൻ്റെ പിറ്റേ ദിവസം നമ്മൾ വീട്ടിൽ സംസാരിച്ചപ്പോഴാണ് ഇങ്ങനൊരു ത്രെഡ് ഒരാൾ പറഞ്ഞ് ഒരു ഇഷ്യൂ, ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്ന് നമ്മൾ സംസാരിച്ചു. അന്ന് പക്ഷേ എനിക്ക് ഇതിലൊരു സിനിമയ്ക്കുള്ളൊരു സ്കോപ്പ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. അല്ല, എന്നോട് ചോദിച്ചു. കാരണം പിന്നെ ഇത് കൊള്ളാം സംഭവം, പക്ഷേ ഏത് രീതിയിലായിരിക്കും പറയാൻ ഉദ്ദേശിക്കുക, ഒരു ഗ്രാമമാണോ എന്താണ് നമുക്ക് ചെയ്യാൻ. അപ്പം ഞാൻ ശരിക്കും ഗ്രാമമല്ല, ഞാനൊരു ഞാൻ എന്ന് പറയുന്നത് പഴയ തൃപ്പൂണിത്തുറയുടെ ഒക്കെ ഒരു അതേപോലത്തെ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരെ കൂടുതൽ താമസിക്കുന്നത് അങ്ങനത്തെ ഒരു ഏരിയയിൽ പറയാൻ ആയിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞപ്പോൾ വിനീതനോട് പറഞ്ഞത് ഗ്രാമമാണെങ്കിൽ കുറേ കൂടി കുറേ ക്യാരക്ടേഴ്സിനെ കിട്ടും. തിര കഴിഞ്ഞിട്ട് ഞാനൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ സംഗതിയിലുള്ള ഇത് ഒന്ന് സബ്ജക്റ്റിൽ ഭയങ്കര ഒരു രസം തോന്നിയിരുന്നു. നമ്മൾ ഓരോ തവണ ഡിസ്കസ് ചെയ്യുമ്പോഴും സബ്ജക്റ്റ് നന്നായി വളരുന്നുണ്ടായിരുന്നു. പിന്നെ ഉടനെ ഒന്നും ഒരുപാട് അധ്വാനിച്ചിട്ട് ഒരു സംഗതിയിലേക്ക്
എത്താനുള്ളൊരു മാനസികാവസ്ഥയിൽ ഞാൻ ഇല്ലായിരുന്നു. അപ്പോൾ എഴുതി വെക്കുമ്പോൾ എളുപ്പമാണല്ലോ. ഉത്സവം നടന്നു, ആന വരണ്ടു, ആളുകൾ ഓടി, ബാക്കി എടുക്കുന്നത് പ്രജിത്തേട്ടനാണല്ലോ. അത് മിക്ക സീൻ എഴുതിയപ്പോഴും അങ്ങനെ ശരിക്കും പണി തന്നിട്ടുണ്ട്. കാരണം നമ്മളൊരിക്കലും നമ്മൾ അമ്പലത്തിലെ ക്രൗഡും ഉത്സവം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തു. അതിനു മുമ്പ് ആദ്യം വഴിയിലൊരു ഇത് വീണ്ടും ബ്ലോക്കായി, റോഡ് ബ്ലോക്കായിട്ട് ഇവർക്ക് പോകാൻ പറ്റാത്തൊരു സീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മഴ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം പ്ലാൻ ചെയ്തത്. അതെ, പക്ഷെ അത് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് സത്യത്തിലാണെന്ന് എനിക്ക് തോന്നിയത്. അതേപോലെ നമ്മുടെ പടത്തിലെ ചെന്നൈയിൽ നിന്ന് പഴനിയിലേക്കുള്ള ഇവരുടെ യാത്ര, ഹൈവേയിലൂടെ ഇവർ പോകുന്നു എന്ന് എഴുതി വെച്ചാൽ മതിയല്ലോ. ഇവർ ഏത് വഴി പോകുന്നു, എങ്ങനെയൊക്കെ പോകും, അത് പ്രജിത്തേട്ടനാണല്ലോ പിന്നെ ആലോചിക്കേണ്ടത്. അല്ല, അത് ശരിക്കും ഷൂട്ട് സമയത്ത് ഭയങ്കര എനിക്ക്, അതായത് മറ്റുള്ളവർക്ക് അത് ഭയങ്കര അങ്ങനെ എഴുതി വെച്ചത് മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. കാരണം അത് വായിച്ചിട്ട് നിസ്സാരമായിട്ട് ചെന്നൈയിൽ നിന്ന് പഴനിയിലേക്ക് ഒരു ബ്ലോക്കായപ്പോൾ ലോറിയിൽ കയറി പഴനിയിലെത്തിയെന്ന് 2 വരിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അവർ ഹാഫ് ഡേ കൊണ്ട് ഷൂട്ട് കഴിയുന്നുള്ള രീതിയാണ് എല്ലാവരും കൂടെയുള്ള അസിസ്റ്റൻ്റായിട്ട് നമ്മുടെ കൂടെയുള്ള എല്ലാവരും വിചാരിച്ചു. ഹാഫ് ഡേ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞ സാധനം നമ്മൾ 2 ദിവസത്തോളം എടുത്തു. 2 ദിവസത്തിലധികം പോയി എടുത്തു നമ്മൾ. അപ്പോൾ എല്ലാവരും ചോദിച്ചത് എന്തേ എടുക്കുന്നത്, ഇതൊന്നും ഇല്ലായിരുന്നില്ല, സ്ക്രിപ്റ്റിൽ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ നമ്മൾ തമ്മിൽ പക്ഷെ ഡിസ്കസ് ചെയ്തിരുന്നു, ഇതിങ്ങനെയൊക്കെയാണ് നമ്മൾ സ്ക്രിപ്റ്റിൽ ചെയ്തുള്ളെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു ഇത് ഇങ്ങനെ പ്രൊഡക്ഷൻ സൈഡിലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനൊന്നും ഇതിന് ഇത്രയും ഡീറ്റെയിൽ വേണമെന്നുള്ള കാര്യം അത് ഞാനും പറഞ്ഞിരുന്നില്ല. നമ്മൾ സ്ക്രിപ്റ്റ് നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ധാരണ ഇങ്ങനെ വേണം. എനിക്കതിൽ നമ്മൾ എഴുതുന്ന സമയത്തും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ അമ്പലത്തിൽ ഷൂട്ട് ചെയ്ത ഇതൊക്കെ ആ സീക്വൻസ് കണ്ടിട്ട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അത് ശരിക്കും ഉത്സവം നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പോയി ഷൂട്ട് ചെയ്തതാണോ എന്ന്. അപ്പോൾ നമ്മൾ അത്രയും ക്രൗഡിനെ സെറ്റ് ചെയ്തു, ആ ഒരു ആംബിയൻസ് നമ്മൾ ഷൂട്ട് ചെയ്തു എന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കുന്നില്ല. പലരും നമ്മളെ സിനിമയുടെ അഭിപ്രായം വേണ്ടി സംസാരിക്കുകയൊക്കെ അത് മെയിനായിട്ട് ചോദിക്കുന്നുണ്ട്. ഉത്സവം അത് ഒറിജിനൽ സ്ഥലത്ത് ഷൂട്ട് ചെയ്തതാണോ, എങ്ങനെ എത്ര എങ്ങനെ ഹൈഡ് ചെയ്ത് ഷൂട്ട് ചെയ്തതെന്നൊക്കെ ചോദിച്ചു. കാരണം നമ്മളുടെ മിക്ക സീക്വൻസ് നമ്മൾ ഹൈഡ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചെന്നൈ സ്ട്രീറ്റൊക്കെ നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേ രീതിയിൽ ഇതും ഷൂട്ട് ചെയ്തെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞില്ല, അതിങ്ങനെ പക്ഷെ ആർക്കും മിക്കരും അതങ്ങനെ ഇത്രയും ക്രൗഡും സെറ്റപ്പും ഭയങ്കര നാച്ചുറലായിരുന്നു തോന്നുന്നു. അത് ഒറിജിനൽ ഒരു ഫെസ്റ്റിവൽ ഫീൽ കിട്ടിയെന്ന് തോന്നുന്നു.